നക്ഷത്രങ്ങൾ പറഞ്ഞ കഥ. രചന അലീഷ അലി. ഷിയാബിന്റെ ഉമ്മ അവന്റെ സഹോദരി ഷാലിമയുടെ അടുത്തേക്ക് പോയപ്പോഴാണ് ഹസ്നിയ വീട്ടിൽ തീർത്തു ഒറ്റപ്പെട്ടത്. ഷാലിമയ്ക്ക് ഡേറ്റ് എടുത്തിരിക്കുന്നു. നന്നേ ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടമായ അവൾക്ക് ഷിയാബിന്റെ ഉമ്മ എന്തുകൊണ്ടൊരു ആശ്വാസമായിരുന്നു. പോവാതെ വയ്യ മോളെ, അവൾ അവിടെ ഒറ്റക്ക. 3 മാസം. അത് കഴിഞ്ഞ് മാക്സിമം ഉമ്മ ഇങ്ങോട്ട് വരാട്ടോ. ഇവിടെ ഇപ്പോൾ ഉപ്പയുണ്ടല്ലോ, ഉപ്പ ജോലിയിലൊക്കെ സഹായിച്ചോളൂ, മോള് പേടിക്കണ്ട. ഉമ്മ പോയതിന്റെ 3-ാം നാളാണ് അവളെയും തേടി ആ സന്തോഷ വാർത്ത എത്തിയത്. തന്നെയും ഷിയാബിന്റെയും ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നു. 2 ആഴ്ച ആയതേ ഉള്ളൂ ലീവ് കഴിഞ്ഞ് ഷിയാബ് കെയ്റോയിലേക്ക് തിരികെ പോയിട്ട്. ഉപ്പ തന്നെയായിരുന്നു അവളെ നിർബന്ധിച്ച് ഷിയാബിന്റെ അടുത്തേക്ക് അയച്ചത്. മോൾ അവന്റെ അടുത്തേക്ക് പോയിക്കോ, ഇപ്പൊ നിങ്ങൾ ഒന്നിച്ചുണ്ടാവേണ്ട സമയം. ഉമ്മ ഇനി അഥവാ വരാൻ വയ്യ, മോൾ ഇവിടെ പെട്ടുപോകും. മാസം കടന്നു പോകും തോറും പിന്നെ യാത്ര ചെയ്യുന്നതിലും തടസ്സമാവും. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നഗരമായ കെയ്റോ, പിരമിഡുകളുടെ നാടായ ഈജിപ്തിന്റെ തലസ്ഥാനം. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി ഒരു ഉൾപ്രദേശത്തായിരുന്നു അവരുടെ വീട്. ഹസ്നി, ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തിരുന്നു. എനിക്ക് തിരിച്ചു വരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. പഠിച്ചാണ് നമ്മളെ വീണ്ടും ഒരുമിപ്പിച്ചിരിക്കുക. നമ്മുടെ കുഞ്ഞ് വരുമ്പോൾ നമ്മൾ രണ്ടാളും ഒന്നിച്ച് വേണമെന്നായിരിക്കും. അവർ മനസ്സേറെ സന്തോഷിച്ചു. ഷിയാബ് ജോലിക്ക് പോകുമ്പോൾ അവൾ വീണ്ടും ആ വീട്ടിൽ ഒറ്റപ്പെട്ടു. എങ്കിലും കാത്തിരിപ്പിന്റെ ദൈർഘ്യം കെയ്റോയുടെ ആ സായാഹ്ന സന്ധ്യയിൽ തീരുമല്ലോ എന്നതായിരുന്നു ഏറെ ആശ്വാസം. മിക്കപ്പോഴും വീടിന് മുന്നിൽ ആ റോഡ് വിജനമായിരുന്നു. വല്ലപ്പോഴും പോകുന്ന കാറുകളോ ബൈക്കുകളോ ഒഴിച്ചാൽ സ്വസ്ഥമായ ഒരിടം, ശാന്തം, സുന്ദരം. ആകെയുണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ നിന്നും കേൾക്കാറുള്ള ഒരു താരാട്ടുപാട്ടായിരുന്നു. അറബി ഭാഷയിലുള്ള അതിൻ്റെ ഈണമായിരുന്നു അവളെ ആകർഷിച്ചത്. മാത്രമോ മധുരമൂറുന്ന ശബ്ദവും. ആ വീട്ടിൽ തീർച്ചയായിട്ടും ഒരു കുഞ്ഞാവയുണ്ട്. ഉണ്ട്. ആ കുഞ്ഞാവെ കൂടാതെ വേറെ 3 കുട്ടികൾ കൂടി ഉണ്ട് അവിടെ. പിന്നെ അവരുടെ ഉമ്മയും. ഇത്ര നാളായിട്ട് അവരെയൊന്നും പരിചയപ്പെട്ടില്ലേ? ഞാൻ രാവിലെ പോയ സന്ധ്യവും മടങ്ങി വരുമ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം, വസ്ത്രങ്ങൾ കഴുകണം, കഴിക്കണം, ഉറങ്ങണം. ഇതിനിടയിൽ എവിടെയാ ഹസ്നി നേരം? നിന്നെ തന്നെ എന്തുമാത്രം കഷ്ടപ്പെടാൻ വിളിച്ചിരുന്നെന്ന് എനിക്കറിയാലോ. ഒരു നിമിഷം നിർത്തി അവൻ തുടർന്നു. ഇപ്പോൾ ജീവിക്കാനൊക്കെ ഒരു കൊതി തോന്നുന്നു ഹസ്നി. എൻ്റെ 20ാമത്തെ വയസ്സിലെത്തിയാൽ ഞാനിവിടെ, ഈ കെയ്റോ നഗരം. ഇവിടെ നിന്റെ ഏക സമ്പാദ്യമാണ് നാട്ടിൽ നമ്മുടെ വീട്. നിനക്ക് കെയ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ? ഇല്ലെന്നവൾ തലയാട്ടി. വിജയ്, ഇവിടെ വരുന്നവരാരും വിജയിക്കാതെ പോയിട്ടില്ല. അവനവളെ ചേർത്ത് പിടിച്ചു. ഇന്ന് നമുക്കൊരു ഔട്ടിംഗ് പാർട്ടി ആയാലോ? ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് കരുതും. പിന്നെ ഇക്കാ വയ്യാതെയല്ലേ വരുന്നത്, അത് കാണുമ്പോൾ വേണ്ടാന്ന് വെക്കും. എന്നിട്ടാണോ? എന്നാൽ ഇന്ന് ആ വിഷമം തീർത്തേക്കാം. അവളൊന്ന് കെയ്റോ നഗരത്തെ ആദ്യമായി കാണുകയായിരുന്നു. നൈൽ നദിയുടെ കരയിൽ ഉയർന്നു പൊങ്ങിയ വമ്പൻ നഗരം. നഗരം അതിൻ്റെ തിരക്കുകളിൽ വ്യാപൃതമായിരുന്നു. ഖാനിൻ ഖലീലി, അവിടുത്തെ പരമ്പരാഗത കച്ചവട കേന്ദ്രം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതായിരുന്നു ഖാനിൻ ഖലീലി. എല്ലാം ഒറ്റ കുടക്കീഴിലാണല്ലോ ഇക്ക. പിന്നെ അല്ല, ഇവിടുന്ന് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാറ്. ദാ അറ്റത്ത് കാണുന്ന കട ഉണ്ടോ? അവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടാവും. കല്യാണത്തിന് മുമ്പ് ഞാൻ തന്നില്ലേ, അത് ഇവിടുന്ന് വാങ്ങിയതാ. വാ നമുക്ക് നോക്കാം. അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ അവൻ വാങ്ങിക്കൊടുത്തു. പിന്നെ അവർ പോയത് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്കായിരുന്നു. കെയ്റോ മ്യൂസിയം എന്നറിയപ്പെടുന്ന ആ മ്യൂസിയത്തിൽ പുരാവസ്തുക്കളുടെ ഒരു വമ്പൻ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഫറവോയുടെ സ്വർണ്ണ ശവ സംസ്കാര മാസ്കായിരുന്നു അതിലെ മാസ്റ്റർ പീസ്. പിന്നെ ആധികാര ഈജിപ്തുകാരുടെ മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ, വേട്ടയാടൽ ഉപകരണങ്ങൾ, രാജവംശത്തിലെ വസ്തുക്കൾ, നിരവധി കലാസൃഷ്ടികൾ എല്ലാം കണ്ട് ഹസ്നി അമ്പരം നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് തിരിച്ചു പോയാലോ? ഇനി പിന്നെ ദിവസം വേറെ സ്ഥലങ്ങൾ കാണാൻ പോകാം. അവർ കെയ്റോ നടപ്പാതയിലൂടെ കൈകൾ കോർത്ത് നടന്നു. ശൈത്യകാലം അതിൻ്റെ കാഠിന്യത്തിൽ തന്നെയായിരുന്നു. നക്ഷത്ര ശോഭയുള്ള കെയ്റോ നഗരത്തിന്റെ അലങ്കാരങ്ങൾ അവരുടെ കണ്ണിന് കുളിർമയുള്ളതാക്കി. ദൂരെ തെളിഞ്ഞ ആകാശത്തിലും നിറയെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുണ്ടായിരുന്നു. നൈൽ നദിയുടെ കരയിൽ കിടന്നുകൊണ്ട് വിവാഹത്തിനുമുള്ള നാളുകളിൽ അവൻ അവളെ വിളിച്ചതോർത്തു. ദിശ പറഞ്ഞും എണ്ണം പറഞ്ഞും വലുപ്പ ചെറുപ്പങ്ങൾ പറഞ്ഞും അവരൊരുപോലെ കണ്ട നക്ഷത്രങ്ങളിലൂടെയായിരുന്നു അന്ന് സംസാരിച്ചിരുന്നു. മുകളിലേക്ക് നോക്കി നടക്കുന്ന ഷിയാബിനെ കണ്ട് അവൾ ചിരിച്ചു. എന്ത് നീ ചിരിക്കുന്നേ? ഇന്നാ വേട്ടക്കാരൻ അമ്പെയ്ത് വീഴ്ത്തുന്നില്ലേ? അവളുടെ ചിരിയിൽ അവനും പങ്കുചേർന്നു. അറേബ്യൻ രുചികൾ ആസ്വദിച്ചാണ് അന്ന് അവർ വീടെത്തിയത്. നിത്യേന കേട്ട് ആ പാട്ടിപ്പോൾ അവൾക്ക് കാണാപ്പാഠമാണ്. എന്നും 10 മണിയാകുമ്പോൾ ആ പാട്ടിനായി അവൾ കാതോർക്കുമായിരുന്നു. ആരും സംസാരിക്കാനില്ലാതിരുന്ന ആ നിശബ്ദവേളകളിൽ ഉദരത്തിലുള്ള തൻ്റെ കുഞ്ഞിനായി അവൾ ആ പാട്ടുകൾ പാടി. കെയ്റോയുടെ സംഗീതം. പതിവ് തെറ്റിച്ചൊരു ദിവസം ആ പാട്ട് കേട്ടില്ല. ചിലപ്പോൾ ഇന്ന് കുഞ്ഞ് വേഗത്തിൽ ഉറങ്ങിയിരിക്കാം. എന്നാൽ പിന്നെയുള്ള ദിവസങ്ങളിലൊന്നും ആ പാട്ട് കേട്ടതേയില്ല. അന്വേഷിച്ചെല്ലാനൊരു മടി. എങ്കിലും അവൾ വീണ്ടും പുറത്തിറങ്ങി റോഡരികിൽ ചെന്ന് നിന്നു. അപ്പുറത്തെ വീടിന്റെ റോഡരികിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ഏതാണ്ട് 8 10 വയസ്സ് തോന്നിക്കുന്ന ഒരുവൾ. അവളുടെ കണ്ണുകളായിരുന്നു ഏറെ ആകർഷണം. വെള്ളാരം കല്ലുപോലെ തിളക്കമുള്ള നക്ഷത്ര കണ്ണുകൾ, വെൺമേഘം പോലെ സുന്ദരമായ മുഖം, പാറിപ്പറക്കുന്ന നീളമുള്ള ചെമ്പൻ തലമുടി, ശരിക്കും ഒരു ബാർബി ഗേൾ. ഹസ്നിയുടെ ചിരിക്ക് തിരിച്ചു മനോഹരമായൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ആ നക്ഷത്ര കണ്ണുകൾ വീട്ടിലേക്ക് കയറിപ്പോയി. പിന്നീട് അതൊരു പതിവായി. ആ നക്ഷത്ര കണ്ണുകളെ കാണാൻ മാത്രമായി ഹസ്നി പണികളെല്ലാം വേഗത്തിൽ തീർത്തു.
എന്നിട്ട് റോഡരികിൽ ചെന്ന് നിൽക്കുമായിരുന്നു. ഒറ്റക്കാ നേരം അത്രയും തള്ളി നീക്കുന്ന ഹസ്നിക്ക് കെയ്റോയിലെ ആ വെള്ളാരം കണ്ണുകൾ ഒരു ആശ്വാസമായിരുന്നു. പാതി അറിയുന്ന ഇംഗ്ലീഷും ഹിന്ദിയും മുഴുവൻ അറിയുന്ന മലയാളവും പിന്നെ ആംഗ്യഭാഷയും ചേർത്ത് ഹസ്നിയും അറബിയുടെ പല പ്രാദേശിക വകഭേദങ്ങളും ആംഗ്യഭാഷയും ചേർത്ത് ആ കൊച്ചു പെൺകുട്ടിയും സംസാരിച്ചു. അപ്പുറത്തെ വീട്ടിലൊരു ഉമ്മയും 4 മക്കളുമാണ്. അവരുടെ ഉപ്പ ദൂരെ എവിടെയാ ജോലിക്ക് പോയിരിക്കുക. ഇടയ്ക്കൊക്കെ വരും. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. മൂത്തയാൾ നദാഷ, നക്ഷത്രക്കണ്ണുള്ള ഒരു പെൺകുട്ടി. അവൾക്ക് മാത്രമല്ല ആ 4 കുട്ടികൾക്കും തിളക്കമുള്ള നക്ഷത്രക്കണ്ണുകളാ. അല്ല, ഭാഷ അറിയാത്ത നീ എങ്ങനത്തൊക്കെ മനസ്സിലാക്കി? എത്ര നാളത്തെ പരിശ്രമാണെന്നറിയോ? കൂട്ടായി കഴിഞ്ഞ പിന്നെ ഭാഷയൊന്നും പ്രശ്നമില്ലെന്നേ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു താരാട്ട് കേൾക്കുമായിരുന്നു എന്ന്. അവളുടെ ഉമ്മ ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പൊ ഇവിളാ ബാക്കിയുള്ളവരെ നോക്കുന്നത്. അതാ ഇപ്പൊ പാട്ട് കേൾക്കാത്ത. 1 വയസ്സേ ഉള്ളൂ ഇവൾക്ക്. അന്യനാടാ കേട്ടോ. ഒരുപാട് കൂട്ടുകൂടാനൊന്നും പോകണ്ട. പിന്നെ ഇക്ക പോയാൽ അവരെനിക്ക് കൂട്ടിനുള്ളൂ. അവരെ കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അവൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഷിയാബ് പിന്നൊന്നും പറഞ്ഞില്ല. ഇക്ക അടുത്ത മാസം ഡേറ്റ്. എനിക്ക് പൊട്ടും വയ്യ. ഇക്കാക്ക് ലീവ് കിട്ടുമോ? ഇല്ലടി, ഞാൻ ഒത്തിരി നോക്കി. ഓഫീസിൽ ഇപ്പോൾ ജോലി കൂടുതലാണ്. ലീവ് കിട്ടില്ല. എന്നാലും ഒത്തിരി ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഓഫീസിനടുത്തുള്ള ആ ലിബിയക്കാരിയോട് നിന്നെ നോക്കാൻ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. വസന്തകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കെയ്റോയുടെ പുലരികൾ മൂടൽ മഞ്ഞുകൊണ്ട് നിറഞ്ഞു. കെയ്റോയിൽ മഴ കുറവാണ്. വസന്തകാലത്തും വേനൽക്കാലത്തും അതിരാവിലെ മൂടൽ മഞ്ഞുണ്ടാവും. ഈജിപ്തിൽ മിക്ക മഴയും ശൈത്യകാലത്താണ് ലഭിക്കുന്നത്. ഇക്ക എന്റെ മൊബൈലൊന്ന് ചാർജ് ചെയ്തേക്കണേ, ഇന്നലെ തീർന്നു. ഷിയാബിനുള്ള ചോറ് പാക്ക് ചെയ്യുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ഓഫീസിൽ ചെന്നിട്ട് ചെയ്തേക്കാട്ടോ. എന്നാ ഇറങ്ങുവാണേ. ഓക്കെ ഇക്ക. പാത്രങ്ങൾ കഴുകി ഷിയാബിന്റെ വസ്ത്രങ്ങൾ വിലക്കി മുറികൾ അടിച്ചു വരുമ്പോഴാണ് നടുവിൽ നിന്നൊരു വേദന. സർവ്വനാടീ ഞരമ്പുകളെയും തുളച്ചുകൊണ്ട് അവളിലേക്ക് എത്തിയത്. അപ്പേ വിളിക്കുന്നതിനോടൊപ്പം അവൾ അവിടെ ഇരുന്നു പോയി. കാലുകളിലൂടെ ചൂടുള്ള ഒരു ദ്രാവകം ഒലിച്ചിറങ്ങി. അതിശക്തമായ വേദന. എങ്ങനെയൊക്കെ എഴുന്നേറ്റ് മൊബൈലെടുത്ത് ഷിയാബിനെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് റീചാർജ് ചെയ്തിട്ടില്ല. നേരം കടന്നു പോകുന്നതോറും വേദന കൂടിക്കൂടി വന്നു. പെട്ടെന്നാണ് വാതിൽക്കൊരു മുട്ട് കേട്ടത്. ഏന്തി വലിഞ്ഞ് ചെന്ന് വാതിൽ തുറക്കുമ്പോൾ മുമ്പിൽ നദാഷ. ഒരു നിമിഷം ഹസ്നിയെ നോക്കിയ ശേഷം അവൾ വീട്ടിലേക്ക് തന്നെ തിരികെ ഓടിപ്പോയി. തിരിച്ചു വരുമ്പോൾ അവൾ ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പേടിക്കണ്ടെന്നും ഇപ്പോൾ ആൾ വരുമെന്ന് അവൾ ഹസ്നിയോട് എങ്ങനെയൊക്കെയോ പറയുന്നുണ്ട്. ബോധം പറഞ്ഞ് കണ്ണുകൾ അടയാൻ തുടങ്ങുമ്പോഴേക്കും ഷിഹാബ് എത്തി. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയത് ഭാഗ്യമായി. അധികം വൈകാതെ അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. ഹോസ്പിറ്റൽ കിടക്കൽ തന്നോട് ചേർന്നിരിക്കുന്ന ഷിഹാബിനോട് ഹസ്നി ചോദിച്ചു, ഇക്കെങ്ങനെ അവിടെ എത്തി? മൊബൈൽ റീചാർജ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വിളിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നെ നദാഷ വിളിച്ചു പറഞ്ഞു. നദാഷ? ഹസ്നി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. നദാഷ എനിക്കറിയാം. അവളുടെ ഉപ്പ അഹമ്മദിനെയും. അതേയും ദൂരെ രാജ്യത്തൊന്നല്ല, അത് ഇറാഖാ. അതേനും മടങ്ങിയവരില്ല ഹസ്നി. കഴിഞ്ഞ വർഷം ഉണ്ടായ യുദ്ധത്തിൽ അയാൾ മരിച്ചുപോയി. ആ കുട്ടികൾക്ക് അറിയില്ലത്. അവരിപ്പോഴും ഞങ്ങളുടെ ഉപ്പയെ കാത്തിരിക്കുക. താരാട്ട് കേട്ട് ഉറങ്ങുന്ന കുഞ്ഞില്ലേ? കഴിഞ്ഞ വർഷം അവിടെ ഉമ്മക്ക് നിന്നെപ്പോഴുള്ള ഇതേ അവസ്ഥ വന്നപ്പോഴാണ് നദാഷൻ്റെ അരികിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്നു. ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഇറാഖുള്ള അഹമ്മദിനെ വിളിച്ച് അറിയിച്ചതും. അവൻ ആ കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം പടച്ചോൻ കൊടുത്തില്ല. അതിനു മുമ്പേ ഷിയാബിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. റീചാർജ് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ള നേരാ. പക്ഷെ എനിക്കറിയായിരുന്നു ഹസ്നി നീ അവിടെ സുരക്ഷിതമായിരിക്കുന്നു. അതെല്ലാം കേട്ട് ഹസ്നി തരിച്ചിരിക്കുകയാണ്. അവരും നക്ഷത്രക്കണ്ണുകളായിരുന്നു ഹസ്നി. വെള്ളാരങ്കല്ലുകൾ പോൽ തിളങ്ങുന്ന നക്ഷത്രക്കണ്ണുകൾ. തന്റെ പൊന്നോമനെ നോക്കും തോറും കെയ്റോയുടെ സംഗീതം അവളുടെ കണ്ണുകൾ നനച്ചുകൊണ്ടേയിരുന്നു.